നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ഒരുപാട് കാലത്തെ ആശയും അഭിലാഷവുമായ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗമത്തിലാണ്. അത് നമ്മുടെയൊക്കെ ആശ്രയമായ ശൈഖുന ഉസ്താദ് അവറുകളുടെ മഹനീയ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും ആകുന്നതിൽ നമ്മളൊക്കെ ഒരുപാട് സന്തോഷവാന്മാരാണ്. നമ്മുടെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കേന്ദ്രമായി മാറാൻ, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തിന്റെ ദീനീ ചൈതന്യത്തിന് ഒരു മുതൽക്കൂട്ടാകുന്ന നമ്മുടെ പ്രദേശത്തിൽ ഉള്ളവരുടെയും സമീപ പ്രദേശങ്ങളിലുള്ളവരുടെയും ഒരു ആത്മീയ ഗേഹമായി ഉയരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇർഫാനിയ ജൂനിയർ ഹിഫ്ലുൽ ഖുർആനിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ സുദീർഘമായി സംസാരിക്കുന്നില്ല, അതിന്റെ സമയവും സാഹചര്യവുമല്ല എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ശൈഖുനയുടെ നസീഹത്തിന് വേണ്ടി മാത്രമാണ്, ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. സംസാരിക്കാൻ യോഗ്യനോ അർഹനോ അല്ല എന്നറിയാം. ഈ വേദി ഇതുപോലെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് പോലും നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, സത്യത്തിൽ ഇതിന്റെ പ്രവർത്തകന്മാർ ഇതിന്റെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഈ പരിപാടിയെ വീക്ഷിക്കുന്നത്. കാരണം ഒരാഴ്ച മുമ്പല്ല, ഒരു 5 ദിവസം മുമ്പ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ സ്ഥലത്തിന്റെ അപ്പുറവും ഇപ്പുറവും എങ്ങനെയാണോ നമ്മൾ ഇന്ന് കാണുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഒരു സാധാരണ അവസ്ഥയിൽ അതുപോലെയുള്ള ഒരു ഭൂമി ഈ പരുവത്തിലാക്കി എടുക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ ശ്രമകരമായ കാര്യമാണ്. പക്ഷേ മഹാന്മാരുടെ മേൽനോട്ടത്തിലാകുമ്പോൾ എല്ലാം എളുപ്പത്തിലാകും എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെ അനുഭവ സാക്ഷ്യമായിട്ടാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആമുഖമായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു കേന്ദ്രമാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ ചിന്തയും ശ്രദ്ധയും ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിന്റെ, ഈ ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച, വാഗ്ദത്തം നൽകിയ ഒരുപാട് നല്ല മനുഷ്യർ, സുമനസ്സുകൾ ഉണ്ട്. അവരെ ഒന്നും സ്മരിക്കാതെ നമുക്കിവിടെ നീങ്ങാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ശൂന്യതയിൽ നിന്നാണ് ഇതുപോലെ ഒരു ആശയം, നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൂന്യതയിൽ നിന്നാണ് ഇതുപോലെ ഒരു ആശയം ഉത്ഭവിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെറുവാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ 38 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മാനന്തേരിയിൽ ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ബന്ധമുണ്ടായിരുന്ന, എന്ന് വെച്ചാൽ സമ്പർക്കമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ചെറുവാഞ്ചേരി എന്ന് പറയുന്നത്. എന്റെ വന്യനായ എന്റെ പിതാവും അതുപോലെയുള്ള പല നാട്ടുകാർ, ചെറുവാഞ്ചേരിയിലുള്ള പലർക്കും ഉസ്താദുമായി ബന്ധമുണ്ടായിരുന്നു. ആ രീതിയിൽ പലപ്പോഴും ഉസ്താദ് ഇവിടെ ചെറുവാഞ്ചേരി സന്ദർശിക്കുകയും പലരുമായും ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു തുടർച്ച കാലത്തിന്റെ സാക്ഷ്യം എന്ന രൂപത്തിൽ തന്നെ മാനന്തേരിയോട് തൊട്ട് അടുത്ത് കിടക്കുന്ന ചെറുവാഞ്ചേരിയിൽ
എന്ന് വെച്ചാൽ ഈ സദസ്സിൽ തന്നെ നമുക്കറിയാം, കണ്ടാൽ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ മാനന്തേരിക്കാർ ഒരുപാട് ഇവിടെ ഉണ്ട്. മാത്രവുമല്ല, മാനന്തേരിയുടെയും ചെറുവാഞ്ചേരിയുടെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് വലിയ വെളിച്ചം എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലമാണ്. ആ വലിയ വെളിച്ചത്തോട് ചേർന്ന് കിടക്കുന്ന ഈ നമ്മുടെ പ്ലോട്ട്, ഈ സ്ഥലം, ഇവിടെയാണ് നമ്മുടെ സ്ഥാപനം ഉയർന്നു വരാനിരിക്കുന്നത്. ഈ നമ്മുടെ ഒരു അറ്റം, പ്ലോട്ടിന്റെ ഒരറ്റം ചെറുവാഞ്ചേരിയുമായി ചേർന്ന് നിൽക്കുമ്പോൾ മറ്റൊരറ്റം കിടക്കുന്നത് വലിയ വെളിച്ചത്താണ്. ആ രൂപത്തിൽ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആളുകളെ കുറിച്ച് മാത്രം ഇവിടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കുടുംബം, ഒരു അതുപോലെ റജനാസ് ടി പി, മുനീസ് ടി കെ പി, അനീസ് ടി കെ പി, അഫ്നാസ് അപ്പൂട്ടി, ഷിയാസ് ആൻഡ് ഷിഹാദ്, മുഹമ്മദ് കേറ്റം, ജസീർ ആൻഡ് കെ എം അസീസ്, അഫ്സർ ടി പി എന്നിവർ 1/2 സെന്റ് വീതവും ഏറ്റെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ സ്ഥലം നൽകിയ വ്യക്തി പ്രിയപ്പെട്ട മുത്തു മുസ്തഫ PV, അദ്ദേഹം നമുക്ക് സ്ഥലം നൽകിയതോടൊപ്പം തന്നെ 10 സെന്റ് സ്ഥലം പ്രാഥമികമായി അദ്ദേഹം സംഭാവനയായി നൽകുകയും 50,000 രൂപയും അദ്ദേഹം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും അങ്ങോട്ട് തന്നെ കൊണ്ടാവുന്നത് എന്തും സ്ഥാപനത്തിന് വേണ്ടി നൽകാൻ തയ്യാറാണ്, സന്നദ്ധനാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സുമനസ്സുകളുടെ കൈയഴിഞ്ഞുകൊണ്ടുള്ള അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണവും സഹായവുമാണ് ഈ സംരംഭത്തെ, സദുദ്യമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹു തആല അവരുടെയൊക്കെ സ്വതക്കകൾ, സന്നദ്ധതകൾ സ്വീകരിക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഈ കുറ്റിയടിക്കൽ കർമ്മം തീരുമാനിച്ചതിന് ശേഷം, എന്ന് വെച്ചാൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മൾ സ്വാഗത സംഘം രൂപീകരിച്ചത്. അതിനുശേഷം ഇവിടെ ഒരു കിണർ ആവശ്യമാണ് എന്ന് അറിയിച്ചപ്പോൾ വ്യക്തികൾ 1 ലക്ഷം രൂപ ഒരു വ്യക്തി സൗദിയിൽ നിന്നൊരു വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 50,000 രൂപ പാത്തിപ്പാലത്തുള്ള ഒരു വ്യക്തി ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 ഉദ്ദേശിക്കുന്നവർ അവർക്ക് ഒരു സ്പോൺസർഷിപ്പ് കാർഡ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ പേര് വിവരങ്ങളും മൊബൈൽ നമ്പറൊക്കെ അതിൽ രേഖപ്പെടുത്തി നൽകണം. ഈ ഒരു മജ്‌ലിസിന്റെ പ്രസക്തിയും പ്രാധാന്യവും ഇതിന്റെ മഹത്വവും ഒക്കെ ഉൾക്കൊള്ളുന്നവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഓരോ ആളുകളും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ ആ ഒരു ശ്രേഷ്ഠത കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് മജ്‌ലിസുകൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനായ ശൈഖുന തങ്ങളവர்களுടെ നിർദ്ദേശപ്രകാരം ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് മജ്‌ലിസുകൾ നമുക്കിവിടെ ഒരുമിച്ച് കൂടണം. ഇനിയും ഒരുപാട്, പ്രത്യേകിച്ച് നമുക്കറിയാം, കേവലം ഒരു തരത്തിലുള്ള പ്രചരണങ്ങളും വാട്സാപ്പിൽ അയച്ചിട്ടുള്ള കേവല പോസ്റ്ററുകൾക്കപ്പുറം നമ്മുടെ പ്രാദേശികമായി അല്പം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രചരണമോ മറ്റ് ആ രീതിയിലുള്ള പബ്ലിസിറ്റി ഒന്നും നൽകാതെ തന്നെ അഷ്ടദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ, ഈ ഒരു സംരംഭത്തിന്റെ പ്രസക്തിയും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫളല് പ്രത്യേകിച്ച് മനസ്സിലാക്കിയവരാണ് എന്ന് നമുക്കറിയാം. പല ഭാഗങ്ങളിൽ നിന്നും, ഇന്നലെ മുതൽ തന്നെ പാലക്കാട് നിന്നും അതുപോലെ തന്നെ പല മലപ്പുറത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും, കാസർഗോഡ്, കണ്ണൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരുപാട് സഹോദരിമാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇവിടെ ഒരുമിച്ച് കൂടിയതും ഇവിടെ നടക്കുന്ന മഹനീയമായ ദുആക്ക് തീർച്ചയായും നമ്മൾ ഇജാബത്ത് പ്രതീക്ഷിക്കുന്ന ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ സംരംഭം പരിപൂർണാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തും വളണ്ടിയർമാർ ശ്രദ്ധിക്കണം. സ്പോൺസർഷിപ്പ് കാർഡ് ആർക്കും കിട്ടാതെ പോകരുത്. ആർക്കും ഇതുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് ലഭിക്കാതെ പോകരുത്. എല്ലാവരും തുടർന്നും ഇനി അങ്ങോട്ട് ഇത് ഇർഫാനിയയുടെ ഒരു കേന്ദ്രമാണ്. ചെറുവാഞ്ചേരിയിൽ ഇർഫാനിയയുടെ ഒരു കേന്ദ്രമാണിത്. എല്ലാവരും നിരന്തരമായി ഇവിടെ സന്ദർശിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ആശീർവാദവും സഹകരണവും മാത്രമാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മഹാന്മാരായിട്ടുള്ള ഔലിയാക്കന്മാരുടെ തിരുനോട്ടം ഇവിടെ നിരന്തരം ഉണ്ട് എന്ന തെളിവ്, അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു മജ്‌ലിസിൽ പേരെടുത്ത് പറയാൻ നാട്ടുകാർ, ചെറുവാഞ്ചേരിക്കാർ ഓരോരുത്തരും നിരന്തരമായി അഭ്യർത്ഥിച്ച ഒരു നാമമുണ്ട്.
ഈ ഒരു മജ്‌ലിസിൽ എനിക്കത് പറയാതെ നിർവാഹമില്ല. ഇവിടെ ഒരു ആദരവൊക്കെ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിവിടെ ഉചിതമല്ല എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കിയതാണ്. പ്രത്യേകിച്ച് ചെറുവാഞ്ചേരിക്കാരെക്കാൾ ഉപരി ഇതിനു വേണ്ടി ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ ഓടി നടക്കുന്ന, ഊണും ഉറക്കുമില്ലാതെ ഇവിടെ നിന്ന് എന്നെക്കാൾ ഒരു പക്ഷേ ചെറുവാഞ്ചേരിക്കാർക്ക് പോലും സുപരിചിതനായി മാറിയ, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ സുപരിചിതനായി മാറിയ നമ്മുടെ കുഞ്ഞബ്ദുള്ള ഫൈസി ഇർഫാനി ഉസ്താദ് അവർകൾ, അദ്ദേഹത്തിന്റെ സേവനം നമ്മൾക്ക് ഇവിടെ സ്മരിക്കാതിരിക്കാൻ വയ്യ, നിർവാഹമില്ല. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ സുദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മജ്‌ലിസ്, ഈ വേദി ധന്യമാക്കിയ ഈ വേദിക്ക് എന്തുകൊണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി, വളരെ ആശയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുന്ന, നസീഹത്തിനും ദുആക്കും നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മഹാനായ സാഹിബുൽ മൗല അഹമ്മദ് വലിയുല്ലാഹി കുഞ്ഞിപ്പള്ളി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേര് പരാമർശിക്കുന്നില്ല, ആരെയെങ്കിലും വിട്ടുപോകുമെന്ന പേടിയിലാണ്. എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ ആ മീറ്റിങ്ങുകളിൽ ഉൾപ്പെടെ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ആദരണീയനായ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ പ്രത്യേകം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി, ആശയോടുകൂടി പ്രതീക്ഷിക്കുന്ന നസീഹത്തിനും ദുആക്കും വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരെ ക്ഷണിച്ച് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അലാ ആലിഹിൽ ഫായിസീന ബിദില്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സദഖല്ലാഹു മൗലാനൽ അദീം. മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി വലഹു അജ്റു മിഅത്തി ഷഹീദ്. സദഖ റസൂലുള്ളാഹിൽ കരീം. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടൽ ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ ഒരു മുതൽക്കൂട്ടായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും, നല്ല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളുടെ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ച് തരട്ടെ. നമ്മളുടെ ഈ സംരംഭത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളുടെ ഈ പരിപാടിയിലൊക്കെ കഴിഞ്ഞ കാലത്തൊക്കെ ഇങ്ങനൊരു പരിപാടി ആഗ്രഹിച്ചവരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്തു തരട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, സാഹചര്യം അനുവദനീയമല്ലാത്തത് കൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഇത് പെട്ടെന്ന് ഉണ്ടായതാണ്. ഈ
എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ കേട്ടു. അപ്പോൾ ഇങ്ങനൊരു പരിപാടി, ഈ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനു ഷരീഫിൻ്റെ ഒരു ഹയാത്ത്, ഒരു നിലനിൽപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേറുള്ള മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ല. ഹിഫ്ളുൽ ഖുർആൻ എന്ന് പറയപ്പെടുന്നതായ ഒരു പ്രസ്ഥാനം പല സ്ഥലത്തും നമുക്കുണ്ട്. 10-20 സ്ഥലത്ത് അതിന്ന് സ്ഥിതി ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നല്ല പൂർണ്ണമായിരിക്കുന്ന നിലയിൽ റാഹത്തിലും സന്തോഷത്തിലുമായി അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതൊക്കെ ജനങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടും തയ്യാറായിട്ടുമൊക്കെ കുറ്റിയടിക്കുന്നത് മുതൽ തന്നെ ഓരോരുത്തർ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിയത്ത്, ഒരു സംഭാവന, ഒരു നേർച്ച ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടിയാണ് അതൊക്കെ മുന്നോട്ട് പോകുന്നതും ഉയർന്നു വരുന്നതുമൊക്കെ. അപ്പം അങ്ങനൊരു വിശ്വാസം നമ്മളെ സ്ഥാപനത്തിന് എല്ലാ ഭാഗത്തും ഉണ്ട്. അതിമ തന്നെയാണൊക്കെ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഏത് ഭാഗത്തുള്ള സ്ഥാപനമാണെങ്കിലും അതൊക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് കൊല്ലത്തിൽ, വർഷത്തിൽ, അത് നമ്മളതിൻ്റെ കണക്കും കയ്യൊക്കെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഒരു സമം നിലയിലായിക്കൊണ്ട് കടവും ബാധ്യതയൊന്നുമില്ലാത്ത രീതിയിലാണ് നമ്മളതൊക്കെ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് എവിടെയും ഉണ്ടായിട്ടില്ല. എല്ലാവരും അതിന് സഹകരിച്ചുകൊണ്ട് ഒരു സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പല സത്വത്ത് കൊണ്ടാണ് നിലനിർത്തിയതെങ്കിലും അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയതായിരിക്കുന്ന പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ നബി പറഞ്ഞതാണ്. അവസാന കാലത്ത് ദീനിനെ നിലനിർത്തുന്നവർക്ക് 100 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഓരോരുത്തർക്കും ഓരോരുത്തരെ പാർട്ടി, ഓരോ പാർട്ടി, ടീ പാർട്ടി പോലത്തെ പാർട്ടികൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വളരെ പ്രയാസത്തോടു കൂടെ തന്നെയാണ് അള്ളാഹുവിൻ്റെ നബിയുടെ ദീൻ നിലനിർത്തിയത്. കോടികളെ കൊണ്ട് ആരും നിലനിർത്തിയിട്ടില്ല. കോടീശ്വരന്മാരും കോടികളെ കൊണ്ടും ഒന്നല്ല ഇവിടെ ദീൻ നിലനിർത്തിയത്. അള്ളാഹുവിൻ്റെ നബി പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ വഅദ് പറയും. ബിലാൽ എന്നവരെ പിരിവ് നടത്താൻ വേണ്ടിയിട്ട് സദസ്സിലേക്ക് കഴിച്ചു വിടും. അള്ളാഹുവിൻ്റെ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ, മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി. ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത്, ഉമ്മത്തൊക്കെ ഇപ്പോൾ എന്തോ ആയിപ്പോയല്ലോ. അപ്പം അങ്ങനത്തെ കാലത്ത് എൻ്റെ ദീനിനെ ആര് നിലനിർത്തിയോ, അത് ആര് സഹായിച്ചോ, അവർക്ക് ഷഹീദിൻ്റെ 100 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ നബി പഠിപ്പിച്ചതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ എന്നവർ അതിനെ അള്ളാഹുവിൻ്റെ നബിൻ്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ വഅദ് പറയുമ്പോൾ മുണ്ട് കാട്ടിയിട്ട് വിരിക്കലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയപ്പെടുന്ന സംഗതിയാണല്ലോ. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് മുതൽക്കേ ഈ ദീനിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഓരോരുത്തർക്കും അനുഭവത്തിൽ പഠിക്കാനുള്ളതാണ്. ഒരു നസ്സലു മിനൽ ഖുർആനി, അള്ളാഹു പറയാണ്, ഖുർആനിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മാ ഹുവ ഷിഫാഉൻ, ഷിഫാ, അള്ളാഹു എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫ നൽകുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും ശിഫ നൽകുന്നതായ ചില കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഖുർആനെ അങ്ങനെ ഇറക്കിയതാണ്. ഓരോ സൂറത്തുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. യാസീനെ സംബന്ധിച്ച് സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത്ത് ലഹു എന്ന്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാസീൻ സൂറത്ത് എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ നിങ്ങൾ ഓതിയതെങ്കിൽ അത് ആ ഉദ്ദേശത്തിനെ സ്വീകരിക്കപ്പെടും, സഫലീകരിക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ നബി നമ്മളെ പഠിപ്പിച്ചതാണ്. നമുക്കിപ്പോൾ അതൊക്കെ ഇവിടെ ആവശ്യമാണ്. കാരണം എങ്ങനെയെങ്കിലും ഇത് നശിക്കണം, ഇത് ഉണ്ടാവരുത്, ഉയരരുത് എന്നൊക്കെ ശത്രുക്കൾ, ദീനിൻ്റെ ശത്രുക്കൾ, നമ്മളെ ശത്രുവല്ല, അള്ളാഹിൻ്റെ ശത്രു, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അത് പണ്ടുകാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അതിനാണ് ഇപ്പോൾ യാസീന് കുറ്റിയടിക്കുമ്പോൾ ഇപ്പോൾ ആരും യാസീൻ ഓതൂല. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് യാസീൻ ഓതിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ശത്രുക്കളൊക്കെ കണ്ട് നശിച്ചു പോട്ടെ. അള്ള പറഞ്ഞു, നിങ്ങൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്തൂബി കൈ നിൽക്കും, നിങ്ങളൊക്കെയാണ് ചത്ത് പൊയ്ക്കോളിയടാ എന്ന്. അള്ളാഹുവിൻ്റെ ദീനിനെ അള്ള നിലനിർത്തുക തന്നെ ചെയ്യും. അത് ഒരു ശത്രുവിനെ കൊണ്ടും നശിപ്പിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളുടെ സ്ഥാപനങ്ങൾ അതിൽ കളങ്കമൊന്നുമില്ല, മായല്ല, കോടികളെ കൊണ്ടുണ്ടാക്കിയതല്ല, ഒക്കെ ചില്ലറ ചെറിയ ചെറിയ സഹായങ്ങളെ കൊണ്ടിട്ടും ഒക്കെയാണ് ഉണ്ടാക്കിയത്. എവിടെയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിയ, പക്ഷേ എല്ലാവർക്കും കോടീശ്വരന്മാർക്കൊക്കെ ബുദ്ധിമുട്ടും വിഷമമുണ്ടെങ്കിലും നമ്മളെ സ്ഥാപനത്തിന് എവിടെയും വിഷമല്ല. ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സ്ഥാപനങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്ത് ഉണ്ടാക്കി അത് പൂർണ്ണമാക്കി കഴിഞ്ഞാൽ അത് നമ്മളെ നാട്ടുകാർക്ക് ഏൽപ്പിക്കലാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാപനമൊന്നുമില്ല. അതിനൊരു പേര്, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, അത് ഓരോരുത്തർ ഫിത്തന അതിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളൊരു നേതൃത്വം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് മാത്രം. സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ഥാപനം ഉണ്ടായാൽ അത് നിങ്ങളെ സ്ഥാപനം തന്നെയാണ്, ചെറുവാഞ്ചേരിക്കാരുടെ സ്ഥാപനം തന്നെ, നമ്മളതൊന്നുമല്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഉദ്ദേശം. മറ്റു ചിലർ അങ്ങനെയല്ല. ഓരോ നാട്ടിൽ എവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കും. ഇവിടെയാണ് ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. സദഖല്ലാഹു മൗലാനൽ അദീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ ജിഹാദ് ചെയ്യണം, യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. ഹുവജ്തബാകും, അങ്ങനെ അതിന് വേണ്ടിയിട്ട് പരിശുദ്ധമായിരിക്കുന്നത് അങ്ങനത്തെ ആ കാര്യത്തിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആ ജിഹാദോട് കൂടിയിട്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ മാതൃക അള്ളാഹു റബ്ബുൽ ഇസ്സത്തും കൂടിയിട്ട് അവരൊന്നിച്ചിടിയാക്കി തന്നു എന്ന്. അവസാനം അത് സ്വർഗത്തിൽ നിന്നൊരു ആട്ടിനെ ഇറക്കി കൊടുത്തിട്ട് അതിൽ കൂടിയാണ് അള്ളാഹു അതിനെ പൂർത്തിയാക്കിയത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് ജിഹാദ് ചെയ്യുക, അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ് നേർച്ച. അപ്പം അതുകൊണ്ട് നിങ്ങൾ നേർച്ചയാക്കിക്കോളി. നിങ്ങളെപ്പോൾ കുറ്റിയടിച്ചു, അത് സ്ഥാപനം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മഖബൂലായി. നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എത്രയും നിങ്ങൾ നേർച്ചയാക്കണം, എന്താ ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് അള്ളാഹു ഗുണം ചെയ്യും. അതൊക്കെ നിങ്ങൾ ചെയ്തോ നോക്കി. അങ്ങനെ അപ്പോൾ ഓരോരുത്തരും അത് സ്വീകരിച്ച് വ്യക്തിപരമായിട്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ് നിങ്ങളോട് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പം അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ഫലവും കിട്ടും. അത് അള്ളാഹുവിൻ്റെതാണ് നേർച്ച. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ്. അവർ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വത്തബിഉ മില്ലത അബീക്കും ഇബ്രാഹിം എന്ന്. നിങ്ങളുടെ വാപ്പ ലോകപിതാവ് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു. ആ
അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ പിൻപറ്റിക്കോ. അവർ നല്ല മനുഷ്യനാണ്, നല്ല മാതൃക കാണിച്ചു തന്നവരാണ്, അതിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരൂല എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു തന്നെ പറഞ്ഞു. മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവർ ഒരുപാട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ട് നീർച്ചകളും ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. അതൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്തും കൂടി അതിൽ അനുഭവസ്ഥനാണ്. കുട്ടിനെ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. പക്ഷെ അതിനനുസരിച്ച് ആ കൽപ്പന അള്ളാഹു സ്വീകരിച്ചു. അറുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, കുട്ടിനറുക്കൽ. അങ്ങനെ അള്ളാഹു ആ കാര്യം പൂർത്തിയാക്കി കൊടുത്തു. ആ സംഗതി അത് ലോകത്തിൻ്റെ മാതൃകയാക്കി മാറ്റിക്കൊടുത്തു. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനൊരു സംഗതി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ദീനിന് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തു എന്ന് പടച്ചോൻ പറയാണ്. അതിന് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാത്ത രീതിയിൽ ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്തു, അത് പൂർത്തിയാക്കി തന്നു എന്ന്. അതുകൊണ്ട് വത്തബിഊ മില്ലത്ത അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക, നിങ്ങളുടെ പിതാവായിരിക്കുന്ന ലോകപിതാവായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, അവരുടെ മാതൃക നിങ്ങൾ മുറുകെ പിടിച്ചോ. അവർ നേർച്ചയാക്കിയവരാണ്. 70-80 ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിക്ക് നേർച്ചയിൽ കൂടിയായിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജനിച്ചത്. കണ്ടോ? അങ്ങനെ ആ കുട്ടി ലോകത്തിൻ്റെ ചരിത്രമായി മാറി. അപ്പം അങ്ങനെ ഇന്നും ആ സംഭവങ്ങൾ നേർച്ച നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം അതുകൊണ്ട് നേർച്ചയ്ക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. അതിന് ശിർക്കൊന്നുമില്ല. അത് ശിർക്കല്ല. ശിർക്കൊന്നും അള്ളാഹു മഹാന്മാരെ കൊണ്ടും അള്ളാഹുവിൻ്റെ നബിമാരെ കൊണ്ടും മഹത്തുക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കൂല. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായിരിക്കുന്നൊരു പരിപാടിയാണ് നേർച്ചയാക്കൽ. അങ്ങനെ 10-40 വർഷങ്ങൾക്ക് മുമ്പായിട്ടേ നമ്മളിവിടെ 40 വർഷങ്ങളെ കൊണ്ട് ഇവിടെ പല ജാതി നേർച്ചകൾ, എത്രയോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ടും ഓരോ കാര്യങ്ങളും ചെയ്തിട്ടും ആയിരക്കണക്കിൽ മക്കൾക്ക് പേര് വിളിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊക്കെ അതൊക്കെ അനുഭവം ഉണ്ടാവും മുമ്പൊക്കെ. ഇപ്പൊക്കെ പിന്നെ മറഞ്ഞുപോയി. അത് ഇനി അങ്ങനെയാണ് പോവും പറ്റേ, ഒന്നുമല്ലാതെ. അത് നിങ്ങളെ ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ സംഭവമാണ് നേർച്ച എന്ന് പറഞ്ഞത്. അതിൽ പല ഗുണങ്ങളുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ചില സൂറത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, കരുണയാണ്. മാ ഹുവ ശിഫാഉം, അവർക്ക് ശിഫയാണത്. അവർക്ക് ശിഫ ഉണ്ടാകുന്നതും അവർക്ക് റഹ്മത്തുണ്ടാകുന്നതുമായിരിക്കുന്ന മേഖലകൾ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരസ്യമായിട്ട് പറയുകയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്, ബർക്കത്തുമാണ്. കേട്ടോ? അപ്പം അങ്ങനെ നമ്മൾ ഖുർആൻ നമുക്ക് റഹ്മത്തും ബർക്കത്തും, രോഗങ്ങൾക്ക് ശിഫയും, എല്ലാ മുറാദുകളും ഹാസിലാവാനും ഒക്കെ നമുക്കൊരു കാര്യമായി കൊണ്ട് അല്ലാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഇറക്കിയതായിരിക്കുന്ന ഖുർആൻ, ഹിഫ്ദുൽ ഖുർആൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇന്ന് നിലനിന്ന് പോകണം. അതൊന്നും നശിച്ചു പോകാൻ പാടില്ല. അത് നശിച്ചു പോയാൽ നമ്മളുടെ ദീന് നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനത്തെ മഹത്തുക്കൾ നമുക്കിവിടെ വേണം. അതിനെ നമുക്കിവിടെ നിലനിർത്തി തരണം. അതിനെ നിലനിർത്തണം. നേർച്ചയാക്കിയാൽ അത് ഫലം വേണം. അത് അള്ളാഹു സ്വീകരിച്ചതിൻ്റെ തെളിവാണ്. അതൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി. എത്ര സ്ഥാപനങ്ങളുണ്ടല്ലോ
എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നീർച്ച ഭരിക്കട്ടെ. അപ്പം നമ്മൾക്ക് അങ്ങനെ ആദ്യം എല്ലാവർക്കും അത് പരസ്യമാണ്, പബ്ലിസിറ്റിയാണ് നീർച്ച. അത് അള്ളാഹുവിൻ്റെ മാതൃകയാണ്, അത് റഹ്മത്താണ്, ബർക്കത്താണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ്, ബർക്കത്താണ്, രോഗങ്ങൾക്ക് ശിഫയാണ്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇ. ഒരു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ, ഒരു ഫാത്തിഹ ഓതിയിട്ട് വെള്ളത്തിലൂതി കൊടുത്താൽ അത് ശിഫയാണ്, അതിൽ ശിഫയുണ്ട്, അത് മരുന്നാണ്, അത് എല്ലാ രോഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന സാധനമാണ് ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാഇ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അലാമൻ ബഹുമാനപ്പെട്ട മഹാന്മാർ പറയുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംഗതിയാണ് നമ്മളുടെ സ്ഥാപനം. നമ്മളത് കുറ്റിയടിച്ചു, ഇനി അതിന് നിങ്ങൾ നല്ലോണം തീർച്ചയാക്കിക്കോ. നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പരിഗണിക്കപ്പെടുന്നതാണ്, അത് സഫലീകരിക്കപ്പെടുന്നതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ ചെയ്തോ. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃകയാണ്, പാരമ്പര്യമാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു എടുത്തു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ എന്ന്. നമ്മൾ ഖുർആനിൽ ചില സൂറത്തുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്, അത് മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, ബർക്കത്താണ്, മുഅ്മിനീങ്ങൾക്ക് വരുന്ന രോഗങ്ങൾക്ക് ശിഫയാണ് എന്നൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നീർച്ചനെ സംബന്ധിച്ചും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതും വലിയതായിരിക്കുന്നൊരു മാതൃകയാക്കിയിട്ട് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്തത് അല്ലാഹു. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന്. ആ ദീനിനെ, അതിൽ ആ നീർച്ചക്കടം വീട്ടിയതിൻ്റെ പേരിൽ, അങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ദീനിന് യാതൊരു പ്രയാസമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട്, അതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിനക്ക് പരിഹാരമുണ്ടാക്കി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത്ത അബീക്കും ഇബ്രാഹീം. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് കൈകാര്യം ചെയ്തു. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാതൃകയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വത്തബിഉ മില്ലത്ത അബീക്കും ഇബ്രാഹീം, നിങ്ങളെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ മാതൃകയിൽ നിങ്ങൾ നല്ലോണം മുറുകെ പിടിച്ചോ, അതിന് നിങ്ങൾ നല്ലോണം മുറുകെ പിടിച്ചോ, അതിനോട് പിൻപറ്റിക്കോ എന്ന്. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചുരുക്കത്തിൽ നമ്മളെ സ്ഥാപനങ്ങളൊക്കെ ഇനി ആ രീതിയിൽ കൂടി ആയിട്ട് വരണം. അതുകൊണ്ട് അള്ളാഹു അതിനൊക്കെ നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സമ്പത്തും സ്വത്തൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. ഇവിടത്തെ ആളുണ്ടായിരുന്നു, വലിയ വലിയ മാന്യന്മാരും ഒക്കെ. ഓലിപ്പന്തേ പോയപ്പോൾ കൊണ്ടായത് ആ സാധാരണക്കാരനും മിസ്കീനുമായിരിക്കുന്ന ഓരോരുത്തരും കൊണ്ടുപോയ പോലെ ഒരു 3 കഷ്ണം തുണി, കുറച്ച് പുതിയ തുണിയാണെന്ന് മാത്രം, അതേ കൊണ്ടുപോയിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സമ്പാദിച്ച സ്വത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ മഹ്ശറിലേക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ ഖബറിലേക്ക് വേണ്ടിയിട്ട് അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ, ചെയ്തോ, സംഭാവന ചെയ്തോ എന്ന് അള്ളാഹു പറയാം. അപ്പം നിങ്ങൾ മരിച്ചിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ സമ്പത്തിൽ നിന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവ് ചെയ്തോ. നിങ്ങൾ മരിച്ചിട്ട് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളാരും തന്നെ തയ്യാറാവണ്ട. അത് ഈ കാലഘട്ടത്തിൽ പ്രയാസമാണ്. അതിന് പറ്റുന്ന മക്കളൊന്നും ഉണ്ടാകൂല. ഈ അവസാന കാലത്തിൽ ഇന്നമാംവാലുക്കും ഔലാദുക്കും ഫിത്ന, നാശത്തിൻ്റെ മക്കളായിരിക്കും ഉണ്ടാകുന്നത് അവസാന കാലത്ത്.
നാശത്തിൻ്റെ സമ്പത്തായിരിക്കും ഉണ്ടാകുക എന്ന് അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഖുർആൻ കൊണ്ട് മാത്രമേ നമുക്ക് കഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. അത് തന്നെ നമുക്കുണ്ടല്ലോ ഇഷ്ടം പോലെ പറയാൻ. അപ്പം അങ്ങനത്തെ സംഗതിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് ദീനിന് വേണ്ടിയിട്ട് സഹായിച്ചോ. നമ്മളെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടായി, ആ സ്ഥാപനം കുട്ടികൾ പഠിച്ച് ഖുർആൻ പഠിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടൊരു യാസീൻ ഓതിപ്പിക്കുക. നമ്മളെ സ്ഥാപനത്തിൽ കൊടുത്തിട്ട് ജനാസ കൊണ്ടുവന്നിട്ട് ഒരു യാസീൻ ഓതിപ്പിച്ചിട്ട് വേർപ്പിക്കുക. എന്നാൽ അത് നമുക്ക് വലിയ മുതൽ കൂട്ടായിരിക്കും. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചോ. നമ്മളെ മുൻഗാമികളൊക്കെ മരിച്ചുപോയി, ഓലൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ വിശാലമായിരിക്കുന്ന ഒരു ഉപദേശമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, വേഗം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്തോ. ഞാനിനി ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ തൗഫീഖ് ഉണ്ടെങ്കിൽ വേഗം ബിൽഡിംഗ് ഉണ്ടാക്കി സ്ഥാപനം തുടങ്ങാൻ നോക്കി. അതിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിൻ്റെ വിധിനൊക്കെ ഒരുമിച്ച് കൂടാം. മനസ്സിലായില്ല? അപ്പോൾ അതിന് വേണ്ടുന്ന പരിശ്രമമൊക്കെ നിങ്ങൾ നടത്തിക്കൂടെ വേഗം. അതിന് സമ്പത്തൊക്കെ നിങ്ങൾ ചിലവായിക്കോളി. നിങ്ങൾ അതൊന്നും പാത്ത് വെച്ചിട്ട് മരിച്ചു പോകണ്ട. അത് നിങ്ങൾക്ക് കിട്ടൂല. അതാ അള്ള പറഞ്ഞത്, നിങ്ങൾ ചിലവ് ചെയ്യുന്നത്, നിങ്ങൾ ജീവിച്ച കാലത്ത് നിങ്ങൾ ചിലവ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അത് അല്ലാത്തതൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടൂല. അതൊക്കെ ഏതെങ്കിലുമൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പറയാണ്. അതൊന്നും വെറുതെയല്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ ദീനിനെ സഹായിക്കാനും ദീനിന് ഖിദ്മത്ത് ചെയ്യാനും നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു സ്ഥാപനം ദീനൊക്കെ ഉണ്ടാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സമ്പത്തിൽ നിന്ന് ദീനിന് വേണ്ടി ചെലവ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിങ്ങൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله الفائزين. أما بعد. ഏറെ ബഹുമാനമുള്ള നമ്മുടെ സംരംഭത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളുടെയും ആശാകേന്ദ്രമായി നമ്മുടെ മുന്നിലുള്ള ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ, സമാദരണീയരായ വലിയുള്ളാഹി അഹമ്മദ് സാഹിബ് അവറുകളെ, വേദിയിലുള്ള ബഹുമാനീയരായ ഉസ്താദുമാർ, സദസ്സിലുള്ള ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മൗല നമുക്കിവിടുന്ന് നൽകിയ നിർദ്ദേശം പോലെ, ഉപദേശം പോലെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഈമാനും ഇഖ്ലാസും റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ. സ്ഥാപനത്തിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലും മറുനാട്ടിലുമുള്ള പല സഹോദരങ്ങളും ഓരോ വിഷയത്തിനു വേണ്ടി അവരാൽ കഴിയുന്ന വലിയൊരു സംഭാവന നൽകിക്കൊണ്ടിരിക്കുമ്പോൾ, പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലുള്ള പ്രവാസി സഹോദരൻ 1,00,000 രൂപ അദ്ദേഹത്തിൻ്റെ വകയിൽ ഇവിടെ ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്ക് പോകാനുള്ളത് കൊണ്ടും വേറെ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് വലിയൊരു സംരംഭങ്ങളിലേക്ക് പോകാതെ നിങ്ങളുടെ കയ്യിലേക്ക് ഡൊണേഷൻ കാർഡ് തന്നത്. ആ ഒരു കാർഡ് എന്തിനു വേണ്ടി തന്നു എന്ന് ചോദിച്ചാൽ മൗലാന്റെ പ്രഭാഷണത്തിലാണ് അതിൻ്റെ മറുപടി ഉള്ളത്.
സ്ഥാപനത്തിന് വേണ്ടി ഞാനിവിടെ കുറ്റിയടിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും എന്തുണ്ടെങ്കിലും നിങ്ങൾ അവിടത്തേക്ക് നേർച്ച നേർന്നാൽ അതിൻ്റെ ഫലമുണ്ടാകുമെന്ന് ഓർക്കുകയാണ്. ഇന്നലെ അസറിന് ശേഷം ജാമിയ അർഫാനിയ ചപ്പാരപ്പടവിൽ ജമാഅത്ത് പള്ളിയിൽ വെച്ചുകൊണ്ടൊരു യാസീനോദാൻ വേണ്ടി കുട്ടികൾക്ക് ചെറിയൊരു പലഹാരവും ചായയും കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി വിഷയം വന്ന് പറഞ്ഞപ്പോൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറയുന്നത്, എൻ്റെ സഹോദരിയുടെ കുട്ടി ആരുടെയും വാക്ക് അനുസരിക്കാനോ ആരെയും ഇഷ്ടപ്പെടാനോ ആരെയും ബഹുമാനിക്കാനോ ഒരു നിലക്കും തയ്യാറാവാത്തൊരു പ്രകൃതം. എവിടെയൊക്കെ സൈക്കോളജിസ്റ്റ് ഉണ്ടോ അവരൊക്കെ കൊണ്ടുപോയി കാണിച്ചു, അവരൊക്കെ അവരുടേതായ ട്രീറ്റ്മെന്റ് കൊടുത്തു, പല ഉസ്താദന്മാരെയും കാണിച്ചു, അവർ അവരുടെ ഉപദേശങ്ങളും കൊടുത്തു. ഒരു മാറ്റവും എൻ്റെ കുട്ടിക്കില്ല. അപ്പോഴാണ് എനിക്ക് മൗലാന ഓർമ്മ വന്നതും റിഫൈനയിലേക്ക് ഒരു നേരത്തെ ഒരു ചായയും കടിയെങ്കിലും കൊടുത്തിട്ടെങ്കിലും എൻ്റെ ആവശ്യം പൂർത്തീകരിക്കണം എന്നുള്ള ഒരാഗ്രഹം വന്നപ്പോൾ ആ തീരുമാനം എടുക്കുകയും ഞാൻ നേർച്ച നേടുകയും ചെയ്തു. അൽഹംദുലില്ലാ എൻ്റെ കുട്ടിയുടെ സ്വഭാവത്തിന് ഏറെ മാറ്റങ്ങളും നല്ല അനുസരണയുള്ള ഒരു മോനായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നേർച്ച നേറലോടുകൂടി തന്നെ വിളിച്ചു പറഞ്ഞത്. അത്തരത്തിലാണ് പൂല പറഞ്ഞത്, ഞാനിവിടെ കുറ്റിയടിച്ച് കഴിഞ്ഞു. എന്തിൻ്റെ കുറ്റി എന്ന് ചോദിച്ചാൽ ഒരു സ്ഥാപനത്തിന് വേണ്ടിയുള്ള കുറ്റിയാവാം, പക്ഷെ അതല്ല. സ്ഥാപനത്തിനേക്കാൾ ഉപരി ഒരു ദീനിന് ഒരു മുഅ്മിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെ ഒരു കേന്ദ്ര അടിസ്ഥാന ഭാഗമായുള്ള ഒന്നിൻ്റെ ഒരു കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല അവന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുക്കുന്ന സംഭാവനകളെ കുറിച്ച് അല്ലാഹു പ്രയോഗിച്ചൊരു പ്രയോഗം, മന്ദല്ലദി യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന. ആരാണ് അല്ലാഹു തആലക്ക് നല്ല നിലക്ക് കടം കൊടുക്കുന്ന ആൾ? ആ കടം എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല തന്ന സമ്പത്ത് അല്ലാഹു തആല തന്നെ തിരിച്ചു ചോദിക്കാൻ, ആ ചോദ്യത്തിനും അല്ലാഹു തആല കടം എന്ന പ്രയോഗം പ്രയോഗിക്കും. അല്ലാഹു തന്നത് അല്ലാഹ്ക്ക് തിരിച്ചു കൊടുത്താൽ അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയാണ്, ഫയുളായിഫുഹു അൽആഫൻ കസീറ. എത്രയാണ് അതിന് പരിധി എന്ന് പറയാൻ കഴിയാത്ത വിധം അതിന് വർധനവ് കൊടുക്കും. വല്ലാഹു യഖ്ബിലു വയബ്സുത്. അല്ലാഹു തആല തന്നെയാണ് അതിന് കൊടുക്കുന്നതും അതിനെ വിശാലമാക്കി കൊടുക്കുന്നതും. എല്ലാം റബ്ബാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഖുർആനായത്ത് സഹാബത്തിന് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു. മഹാനായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയിട്ട് പറയാൻ, അല്ലാഹു തആലയല്ലേ എല്ലാം നമുക്ക് തന്നത്, ആ റബ്ബ് നമ്മളോട് കടം ചോദിക്കുമോ എന്ന് ചോദിച്ചു. പ്രവാചകർ ഒന്നും വ്യാഖ്യാനമൊന്നും പറയാതെ ഖാല നഅം, ചോദിക്കുന്നു പറഞ്ഞു. ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാറ്റിന്റെയും ഉടമസ്ഥവൻ അവനാണല്ലോ, പിന്നെ എന്തിനു ചോദിക്കുന്നു എന്ന സംശയം പോലും ചോദിക്കാതെ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിലാണ് എൻ്റെ കുടുംബം താമസിക്കുന്നത്. ആ തോട്ടത്തിൽ 600ഓളം ഈത്തപ്പഴ മരമുണ്ട്, നിറയെ ഈത്തപ്പഴമുണ്ട്. ആ തോട്ടം ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് സമർപ്പിക്കാൻ, അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ ഉടൻ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി തന്റെ തോട്ടത്തിന് ചുറ്റും നടന്ന് തോട്ടത്തിനകത്തേക്ക് കയറി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാൻ, പെണ്ണെ ഇവിടുന്ന് ഇറങ്ങണം, ഈ തോട്ടം ഇനി നമ്മുടേതല്ല, ഞാൻ അല്ലാഹു തആലക്ക് കൊടുത്തു, പ്രവാചകരുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ചു. നല്ല കവിതാ ശൈലിയിലാണ് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആശയം പറയുന്നത്. ഈ ആശയം കേട്ടുടൻ ആ മഹദി ഒരൽപ്പം ആലോചിച്ചു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ നൽകിയത് വലിയൊരു ലാഭമുള്ള ഏർപ്പാടാണ്. അല്ലാഹു തആല തന്നത് അള്ളാഹിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി കൊടുത്തു, അതുകൊണ്ട് സന്തോഷാണ്, നമുക്കെല്ലാം അല്ലാഹു തആല തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്റെ സംഭവം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത് മൗല പറഞ്ഞ പോലെ നേർച്ച, കടം, സംഭാവന എന്ത് പേരിട്ട് വിളിച്ചാലും
അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ പരിശുദ്ധമായ ദീനിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നതൊന്നും വെറുതെയാവില്ല എന്ന് മൗല പറയുമ്പോ ആ പറച്ചിലും അടിസ്ഥാനമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സ്വയം പറയല്ല. മൗല പലപ്പോഴും പറയാറുണ്ട്, എന്റെ മൗല എന്ത് എന്നോട് പറയുന്നു അതാണ് ഞാൻ പറയുന്നത്. ഒരു അടിസ്ഥാനമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ. മൗലാന്റെ വാക്ക് മാത്രം നമുക്ക് വലുതാവാത്തത് കൊണ്ടല്ല, ഒരു അടിസ്ഥാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാചകം പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാറുണ്ട്. ആ ഒരു താഴ്മയുടെ ശൈലി മാത്രം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാഹു തആല മഹാനായ മൗല തുടക്കം കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് തന്ന ചെറുവാഞ്ചേരിക്കാരുടെ അഭിലാഷമായി കുറെ കാലങ്ങളായി കൊണ്ടു നടന്ന ഈ ഒരു അഭിലാഷം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോ ചെറുവാഞ്ചേരിയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും അതിന്റെ കണ്ണികളാണ്, വേർപെട്ടു പോകാത്ത കണ്ണികളാണ്. ആ കണ്ണികളായി നിന്നതിൽ നിന്ന് പ്രയാസങ്ങൾ ഒരല്പം വരുമ്പോ എന്നെ കൊണ്ടാകൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല വേണ്ടത്, അതിന്റെ കൂടെ ചേർന്ന് നിന്നാൽ ഇനിയും എനിക്ക് ഫലങ്ങളുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നാണ് അവിടുത്തെ പ്രഭാഷണത്തിലൂടെ മൂലം നമ്മോട് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മ ഉൾക്കൊള്ളാനും അതിന്റെ കൂടെ നിൽക്കാനും മറ്റിടക്കിടക്ക് എത്തി നോക്കി അന്വേഷിച്ച് പ്രവൃത്തിപഥത്തിൽ കൂടാനും നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകർക്ക് സമകാലികരായ ഒരേ പ്രായക്കാരായ ധാരാളം യുവ സുഹൃത്തുക്കളാണ് ഇവിടുത്തെ കടുത്തതായ പ്രവർത്തകർ എന്ന് കേൾക്കുമ്പോഴും അനുഭവിച്ചപ്പോഴും കണ്ടപ്പോഴും വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ മുസ്തഫാക്ക അടക്കമുള്ള അറ്റമ്മർക്ക് അടക്കമുള്ള ഒരു പ്രായം ആയ ആൾക്കാരും വളരെ ഊർജ്ജസ്വലരായി മുന്നോട്ട് വരുമ്പോ അല്ലാഹു തആല ഇത് കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാ സംരംഭങ്ങളിലും ഒരു കണ്ണി പോലെ ചേർന്ന് നിന്ന് മുന്നോട്ട് ഗമിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖും സൗഭാഗ്യം നൽകട്ടെ. ആമീൻ എന്നും വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തുമോമിനീങ്ങളെ, നമുക്കിന്ന് വലിയൊരു ഭാഗ്യത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിനമാണ്. ഈ ദിനത്തിൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന അനുഗ്രഹം ഇൻഷാ അല്ലാഹ് വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ ഈ മഹത്തായ സംരംഭത്തിൽ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. മൂലാത്തങ്ങളുടെ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്തായ പരിശുദ്ധമായ മജ്‌ലിസിൽ വന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ച മഹാനായ മൗലാത്തങ്ങൾ അവിടുത്തോട് അർഹിക്കുന്ന രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ തന്നെ സാഹിബുൽ മൗലാത്തങ്ങൾ ബഹുമാനികളെ, അതേപോലെ തന്നെ ഇവിടെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും, വലിയ പണ്ഡിതന്മാരായ ഉസ്താദന്മാർ, അതുപോലെ നാട്ടിലെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 3 സലാത്തോടുകൂടെ ഈ മഹത്തായ സംരംഭം അവസാനിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.